ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ കക്ക ഇറച്ചി തോരൻ്റെ റെസിപ്പിയാണ്. നാട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും വേണം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കുറച്ച് തോനയും തേങ്ങാക്കൊത്തും വേണം. വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ്. ഇതുകൂടാതെ നമുക്ക് ഒരു ചെറിയ പിടി കൊച്ചുള്ളിയും 1 സവോളയുള്ളിയും 1 പച്ചമുളകും കൂടി വേണം. പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാനുള്ളതാണ്. അതാ നമ്മുടെ സവോളയുള്ളിയും കൊച്ചുള്ളിയും നമ്മൾ കൊത്തിയരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് കുറച്ച് തോനെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/4 കിലോ കക്കാറച്ചിക്കുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നേരത്തെ അളവുകളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കക്കാറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്പൂണിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ടീസ്പൂൺ അളവിൽ പറയുന്നത്. നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇത്തിരി കൂടി വെളിച്ചെണ്ണ യൂസ് ചെയ്തോളൂ. അമ്മ വളരെ കുറവ് എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് വളരെ കുറച്ച് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കടുകും കൊച്ചുള്ളിയും വറ്റൽമുളകും ചേർത്തൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവോളയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല നേരത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കക്കാറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ 1/4 ഭാഗം മാത്രം എടുത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, വലിയ ജീരകം. 1 നുള്ള് ചെറിയ ജീരകം, നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന കണക്കെയാണ് നമ്മളിതിനൊന്ന് അരച്ചെടുക്കേണ്ടത്. ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് പൾസടിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കക്കാറച്ചിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. കക്കാറച്ചിക്ക് ഒരുപാട് വേവില്ല, കാരണം ഇത് ഓൾറെഡി പുഴുങ്ങിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കേണ്ടയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് ഒരു 3-4 മിനിറ്റെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ തോർത്തി വെള്ളമയമൊക്കെ കളഞ്ഞ് വേണം നമ്മൾ കക്കാറച്ചി തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു കക്കാറച്ചി തോരനാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ കക്കാറച്ചിക്ക് എന്താണ് പറയുക എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹോം ടൂർ വ്ളോഗ് കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ വായിച്ച് ഒരുപാട് സന്തോഷം. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.